അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 2025 ജൂൺ 3 ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഞങ്ങളുടെ അഭിവന്യ ഗുരുനാഥൻ അഴീക്കോട് സെയ്ദ് മുഹമ്മദ് ബാക്കവി ഉസ്താദ് അവറുകളുടെ അനുസ്മരണ സമ്മേളനം 2025 ജൂൺ 16 തിങ്കളാഴ്ച മഹാനവറുകളുടെ സ്വന്തം നാടായ അഴീക്കോട് പുത്തമ്പള്ളി ജുമാ മസ്ജിദിന് സമീപമുള്ള ഹാളിൽ വെച്ച് കൂടുകയുണ്ടായി. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി അൻത തത്ലു ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു أنت أم النبو ما رأينا فيهما مثل حسنك قط يدي خير النبي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الحمد لله وكفى وسلام على عباده الذين اصطفى. ബഹുമാന്യരും ആദരണീയമായ യോഗത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിൽ ഉപചരായിരിക്കുന്ന ബഹുവന്തരായ ഉലമാക്കളെ, നേതാക്കളെ, സദസ്സിൽ സന്നിധരായിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നേതാക്കളെ, പണ്ഡിത മഹത്തുക്കളെ, സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സംഗമം കബൂലാക്കട്ടെ. ഇതേപോലെ ബഹുമാനനായ അഴീക്കോട് സെയ്ദ് മുഹമ്മദ് മൗലവിയുമായി നാളെ സ്വർഗീയ ആരാമത്തിൽ സമ്മേളിക്കാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. ആമുഖങ്ങളില്ലാതെ തുടക്കത്തിൽ ഒരു തെറ്റിദ്ധാരണ നീക്കുകൾ കൊണ്ട് തുടങ്ങാമെന്ന് ആഗ്രഹിക്കുന്നത്. ആ തെറ്റിദ്ധാരണ മാറുമ്പോൾ പല ഉസ്താദന്മാരെ അനുസ്മരണവും എതിരുണ്ട്. ഞങ്ങളുടെയൊക്കെ മുർഷിദും വഴികാട്ടിയും ഒക്കെ ആയിരുന്ന ബഹുമാനപ്പെട്ട വടുതല ഉസ്താദന്മാർക്ക് ഒരു ശിഷ്യനുണ്ട്. അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടുത്തെ പ്രസിഡന്റ് ഷെയ്ഖുനായുമായി വളരെ ബന്ധമുള്ള ആളാണ്. അദ്ദേഹം ചോദിച്ചു, വടുതല മൂസ മൗലവി ഞങ്ങൾക്ക് അറിയുമോ? അറിയും, ഞങ്ങൾ ഒരുമിച്ച് കാഞ്ഞിരപ്പള്ളിയിലുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കാഞ്ഞിരപ്പള്ളിയിൽ ഉണ്ടായിരുന്നു. കേട്ടത് എന്ത് മനസ്സിലാക്കി? ഉസ്താദിൻ്റെ ഉസ്താദായോ അല്ലെങ്കിൽ ഉസ്താദിൻ്റെ ഷെരീഖായോ കാഞ്ഞിരപ്പള്ളിയിൽ ഒരുമിച്ചുണ്ടായിരുന്നു എന്നാണ് കേട്ടത് മനസ്സിലാക്കിയത്. യഥാർത്ഥത്തിൽ ഉസ്താദിൻ്റെ ശിഷ്യനായി പഠിച്ചാണ് കാഞ്ഞിരപ്പള്ളി. അയാൾ പറഞ്ഞു, ഞാൻ ഉസ്താദ് ഒരുമിച്ച് ശരിയല്ലേ? അതുപോലെയാണ് ബഹുമാനപ്പെട്ട നിങ്ങളുടെ ഉസ്താദ്. എനിക്കും ചിലർ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു ഉസ്താദ് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് അവരാണ്. ഉസ്താദുകളെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അസംബ ശരിയും സയ്യിദും അഷ്റഫും ഒക്കെ പിന്നെ ഉസ്താദിൻ്റെ കൂടെ സമകാലികരായി അവിടെ ജീവിച്ചവരല്ല. ഞങ്ങൾ ശിഷ്യന്മാരും ബഹുമാനപ്പെട്ട ഉസ്താദുമായിട്ടാണ് അവർ ജീവിച്ചത്. അൽഫിയ, മുഖത്തസർ ഒക്കെ ഞങ്ങൾക്ക് പഠിപ്പിച്ചപ്പോൾ ബഹുമാനം ഏറെ ഉസ്താദാണ്. ഉസ്താദ് അത് നമുക്ക് തോന്നും ഞങ്ങൾ മുദ്രസായി ജീവിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ശിഷ്യന്മാരും ഉസ്താദുമായിട്ട്. പക്ഷേ ആ തിരുനാൾ പറയുമ്പോൾ ഷെഹുനയായി ലേഖനത്താടി സയ്യിദ് ഉസ്താദ്. ഒരു കാര്യം, ഇവിടെ മൗലിദ് കൊണ്ടാണ് നമ്മുടെ യോഗം തുടങ്ങിയത്. എന്നെ അനുസ്മരണവും മൗലിദ് കൊണ്ട് ആരംഭിക്കാം. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട പിതാമഹൻ അബ്ദുൽ മുത്തലിബ് നാട്ടുകാരെ ഈ പുത്രകളെ വിളിച്ച് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു, ആദരിച്ചു, ബഹുമാനിച്ചു. ഫലമ്മ അക്കലു, ഏകദേശം വയറൊക്കെ നിറഞ്ഞപ്പോൾ കാലു അവർ ചോദിച്ചു, അത് യാ അബ്ദുൽ മുത്തലിബ് മാ സമ്മൈത ഇബ്നക, അങ്ങയുടെ ചെറുകുട്ടിക്ക് എന്ത് നാമമാണ്, എന്ത് പേരാണ് നിങ്ങൾ കൊടുത്തത്? അദ്ദേഹം പറഞ്ഞു, സമ്മൈതു മുഹമ്മദ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുഹമ്മദ് എന്നാണ് പേര് വെച്ചത്. അക്കാലം അവർ ചോദിച്ചു, رغبت قال فقد رغبت عن أسماء آبائك
സാധാരണയായി നടന്നു വരുന്ന ഖുറൈശി തറവാട്ടിലും പാരമ്പര്യത്തിലും നിലവിലുള്ള നാമങ്ങളും പേരുകളും വിട്ട് പുതിയൊരു പേര് കയറി പോയ എന്താണ് എന്നവർ ചോദിച്ചപ്പോൾ പറഞ്ഞു അതേപോലെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൂമുഖം അഖിലവും അഖില ലോകം എന്നും സ്തുതിച്ചുകൊണ്ടേ ഇരിക്കണം. അത് ഞാൻ ആഗ്രഹിച്ചിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട മകന് മുഹമ്മദ് എന്ന് പേര് വെച്ചു എന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞത്. യാഥാർത്ഥ്യമായി റസൂലുള്ളാഹി ലോകത്ത് പ്രാവർത്തികമാക്കിയതുപോലെ തൻ്റെ പിതാവോ തൻ്റെ മാതാവോ പേര് വെച്ചപ്പോൾ ഇതൊന്നും ഓർത്തിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പേര് സയ്യിദ് മുഹമ്മദ് എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ജീവിച്ച കാലത്ത്, പഠനകാലത്ത്, ഔദ്യോഗിക ദർസി ജീവിതകാലത്ത്, മരണം വരെയുള്ള കാലഘട്ടം പരിശോധിച്ച് നോക്കിയാൽ പേരിനെ അന്വർത്ഥമാക്കി അസയ്യിദായി തന്നെയാണ് ബഹുമാനനായ എൻ്റെ പ്രിയ സുഹൃത്ത് സയ്യിദ് മുഹമ്മദ് ജീവിച്ചത്. സയ്യിദായി തന്നെ ജാമ്യശരിയിൽ അപരാധം പഠിച്ച കുട്ടികൾക്ക് അറിയാം സയ്യിദ് ഉസ്താദ് ആരാണ്. കൂട്ടുകാരായ ഞങ്ങൾക്കറിയാം. ഈ നാട്ടുകാർക്ക് ചിലപ്പോൾ അത്രയും അറിഞ്ഞില്ലെങ്കിലും കൂടെ കിടന്നവൻ 8 കൊല്ലം ഒരുമിച്ചും 4 കൊല്ലം ഹസിനിയായും മുദ്രിസായും ബഹുമാനപ്പെട്ട വളരെ ശരിയാതെ പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ഐക്യത്തിലായിരുന്നു. അള്ളാഹുത്തോടെ എല്ലാവർക്കും ജീവിക്കുന്ന ദീർഘാസം നൽകിയുമാട്ടെ. ഞാൻ നിർത്തുകയാണ്. പിന്നെ സയ്യിദ് മുഹമ്മദ് തൻ്റെ പേര് അന്വർത്ഥമാക്കിയാണ് ഈ ലോകത്തിൽ ജനിച്ചത്. ചെറിയ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ദുഃഖിക്കേണ്ടി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹത്തോട് സൂചിപ്പിച്ചു മനസ്സിലായി. തൻ്റെ സഹോദരി സക്കീനയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട ഇതിന്റെ അന്വേഷണത്തിന് വേണ്ടി അയാൾ മനസ്സെത്ര അദ്ദേഹം അന്വേഷിക്കാൻ വേണ്ടി തുരുത്തിൽ പോയിട്ട് തിരിച്ച് റെയിൽ പാളത്തിലൂടെ നടന്നു വരുമ്പോ ട്രെയിൻ പിറകെ വന്ന് ഹോൺ അടിച്ചിട്ട് ഈ മനുഷ്യൻ കേട്ടിട്ടില്ല. കാറിന്റെ ഹോണല്ല, ട്രെയിനിന്റെ ഹോൺ അടിച്ചിട്ട് ആ മനുഷ്യൻ കേട്ടില്ല. അത്ര ഫിക്കറിലായിരുന്നു സക്കീനയെ കുറിച്ച്. അവിടെ പിന്നു പറിച്ചുകൊണ്ടിരുന്ന പെണ്ണുങ്ങൾ ഈ മനുഷ്യനെ കൽപ്പിച്ച് താഴെ ഇല്ലെങ്കിൽ ട്രെയിൻ കയറുക. അത്ര ഫിക്കറായിരുന്നു. ഈ സക്കീനയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് മായി സാദിന്റെ ബന്ധം കാണാൻ മായി അതൊന്നും ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം കാശത്തായി കൊടുക്കാന്നല്ല, വേറെ ചെയ്യാൻ കഴിയില്ല. മനഃപൂർവ്വമല്ല. ഞങ്ങളോടൊപ്പം എന്റെയും എൻ്റെ പ്രിയപ്പെട്ട ഉമറിനോടൊപ്പം ഞങ്ങൾക്ക് ദാറുലുലേക്ക് ദേവബന്ദിലേക്ക് അദ്ദേഹത്തിന് വരാൻ കഴിയാത്തതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വേദനാജനകമായ കാലമെന്ന് അവസാനം വരെ പറഞ്ഞു. ഞാൻ ഓർത്ത് നിർത്തുകയാണ്. ബാക്കി സാധ്യത്തിന് ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾ 3 പേര്, ഞാനും ചെലവ് മൂസയും സേതുമാണ് ഒരു റൂമിൽ. സേതും മൗലവിക്ക് എരിവ് ഒട്ടും പറ്റില്ല. മൂസയ്ക്കാണെങ്കിൽ ചായക്ക് കടുപ്പം പറ്റില്ല. എനിക്കാണെങ്കിൽ ഇത് രണ്ടും പറ്റും. എനിക്ക് കടുപ്പവും വേണം, എരിവും വേണം. അതുകൊണ്ട് രാവിലെ എൻ്റെ ജോലി കടയിൽ പോയി പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് വരണം. ഞാൻ അന്നും മടിയനാണ്, ഇന്നും മടിയനാണ്. ഏറ്റവും എളുപ്പമുള്ള ജോലി എനിക്കെടുത്ത് തന്നു. ഞാൻ പൊറോട്ട വാങ്ങിക്കുന്ന ജോലിയാണ്. സേതുവിന് രാവിലെ ചായ എടുക്കും. മൂപ്പര് കൽപ്പം കൂട്ടിയിടും. ഞാൻ മോശമായിരിക്കും കൂട്ടാൻ പറയും. മൂസയിൽ അറിയില്ല, പാവം കൊണ്ട് ഭയങ്കരമായിരിക്കും. ഉച്ചയ്ക്ക് കറി വയ്ക്കുന്നത് മൂസയാണ്. മൂസ എരി കൂട്ടും, ഞാൻ എരി കൂട്ടിക്കൊടുക്കും. അല്പം എരി കൂട്ടും. സേതുമതി എന്നും പറ്റപ്പെടും. അതീവ ബുദ്ധിമാന്മാർക്കെല്ലാം അബദ്ധം പറ്റും. മനസ്സിലായി? അപ്പോൾ ഈ നിലയിൽ ഞങ്ങൾ ഒരു തമാശയും അടിവിയും പിടിയും ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല. ഞങ്ങൾ 8-12 വർഷത്തെ പറയുന്നത് ധാരാളം ഏറ്റവും കൂടുതൽ പറയാൻ അർഹതയും യോഗ്യതയും ഉണ്ട് എന്ന് പറയാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ. അത്ര ഉമ്മയെക്കുറിച്ച് ഇവിടെ സ്മരിച്ചു കഴിഞ്ഞു. ഞാൻ പറയാൻ വേണ്ടി വരുന്നതാണ്. ഉമ്മയെക്കുറിച്ച് സ്മരിച്ചു കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് പറയാനില്ല. അല്ലാഹു തആല ബഹുമാന്യനായ സയ്യിദ് ഉസ്താദവറുകൾക്ക്, അതേപോലെ നമ്മുടെ മധ്യശേഖരയായ മുതല ഉസ്താദവറുകൾക്ക്, മുൻഗാമികളായ അഷ്റഫ് മൗലവി അലിയാർ ഉസ്താദ് ഉൾപ്പെടെയുള്ള നമ്മുടെ മഹാരഥന്മാരായ പ്രത്യേകിച്ച് ഹസനിയാക്കളുടെ ഉസ്താദന്മാർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന ഉസ്താദന്മാർക്ക് ആരോഗ്യത്തോടെ ഉസ്താദിനെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെയൊക്കെ പേരുകൾക്ക് അനുസൃതമായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മൂസാക്കുട്ടി സ്ഥലത്ത് ബാക്കിയാത്ത കുട്ടികളോട് പറഞ്ഞതുപോലെ അനുഗ്രഹിക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും സഹോദരിമാരോട് പരിചയമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ബാക്കിയാത്തിൽ പിരിഞ്ഞു പോകുന്ന കുട്ടികളോട് മൂപ്പർ അവസാനമായി ചെയ്ത ഉപദേശത്തിൽ ഞങ്ങളൊക്കെ മരിച്ചു എന്നറിഞ്ഞാൽ
കാണാൻ വന്നില്ലെങ്കിലും ഒരു ഫാത്തിഹയെങ്കിലും കൂടി നിങ്ങളുടെ ഉസ്താദന്മാർക്ക് ദുആ ചെയ്യണമെന്ന് മുസക്കുട്ടി അതുകൊണ്ട് തവ്വലല്ലാഹു അക്ബറഹു പറഞ്ഞതുപോലെ എൻ്റെ മുന്നിലിരിക്കുന്നവരോടും പിറകിലിരിക്കുന്നവരോടും ഒറ്റ ഉപദേശങ്ങളുടെ നസീഹത്ത് നമ്മളൊക്കെ മരിച്ചെന്നറിഞ്ഞാൽ അത് കാണാൻ എത്തിയില്ലെങ്കിലും ഒരു ഫാത്തിഹ കൂടി ദുആ ചെയ്ത് നാളെ ആഖിറത്തിലേക്ക് വേണ്ടി ഒറ്റപ്പെടാനുള്ള ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യത്തിലൂടെ ദുആ ചെയ്യണമെന്ന് മാത്രം എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞുകൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അടുത്തത് ഉസ്താദ് അബൂബക്കർ അൽ ഖാസിമി പള്ളിക്കര. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഗമത്തെ കബൂലാക്കുമാറാകട്ടെ. അൽ ഹസനി ഉലമ കൗൺസിലിൻ്റെയും അബ്റാർ ഉലമ കൗൺസിലിൻ്റെയും പുതിയകാവ് ഫലാഹിയ അറബി കോളേജിൻ്റെയും വിദ്യാർത്ഥികളുടെ സംയുക്തമായ വേദിയിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അഴീക്കോട് പുത്തമ്പള്ളി മുസ്ലിം ജമാഅത്തിൻ്റെ ഖബർസ്ഥാനിൽ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള മഹാനായ സയ്യിദ് മുഹമ്മദ് ഉസ്താദ് എന്ന് പറയുന്ന മഹോന്നതനായ ഒരു വ്യക്തിയെ അനുസ്മരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ ഈ വേദിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഉസ്താദുമായി 47 വർഷത്തെ ബന്ധം എനിക്കുണ്ട്. 47 വർഷത്തെ ബന്ധം എനിക്കുണ്ട്. എവിടെയും പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പോലും അവസാന നിമിഷത്തെ സംബന്ധിച്ച് അല്പം ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷം അബാബിൽ ഹജ്ജ് ഉംറ ഗ്രൂപ്പിൽ ഹജ്ജിന് പോകണമെന്ന് വലിയ ആഗ്രഹം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഡയറക്ടർ ആദരണീയനായ മുഹമ്മദ് ഉസ്താദ് അവർകൾ, ശൈഖുന വടകര ഉസ്താദിൻ്റെ മകൻ മുഹമ്മദ് ഉസ്താദ് എന്നെ വിളിക്കുമെന്ന് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ പല പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചിരുന്നു. വിളിയാണമൊന്നും വന്നില്ല, ദുഃഖമുണ്ട്. അവസാനം പോകുമ്പോൾ അവരും വിളിക്കുമെന്നിങ്ങനെ ആഗ്രഹിച്ചിരിക്കവേ ഞാൻ അറിഞ്ഞു അമീറായി കൊണ്ടുപോകുന്നത് ആദരണീയനായ സയ്യിദ് ഉസ്താദിനെയാണ് കൊണ്ടുപോകുന്നത് എന്നറിഞ്ഞു. തൊട്ടടുത്ത ദിവസം ഞാൻ അബറാറിലെത്തി. ഉസ്താദിനെ ഞാൻ കെട്ടിപ്പിടിച്ചു, ഉമ്മം വെച്ചു. ഉസ്താദെ, എനിക്കുണ്ടായ സന്തോഷങ്ങളിൽ നിന്നുള്ള ഏറ്റവും വലിയ സന്തോഷമാണ് അങ്ങ് ഈ വർഷം അമീറായി ഹജ്ജിന് പോവുക എന്നത്. അൽഹംദുലില്ലാഹ്, റബ്ബ് അത് കബൂലാക്കി. റബ്ബിന്റെ മഹത്തായ ഫضل കൊണ്ട് ഈ വർഷത്തെ ഹജ്ജിന് ഈ സാധുവായ ഞാൻ വിശുദ്ധമായ ഇഹ്റാമിൽ കഴിയുമ്പോൾ ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്തു. ഞാനിതാ മക്കയിൽ ഇഹ്റാമിൽ കഴിയുന്ന സമയത്ത് ദുൽഹജ്ജ് 7 മിനയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പും എല്ലാം തയ്യാറെടുത്ത് നിൽക്കുമ്പോഴാണ് അതാ മനസ്സിനെ വേദനിപ്പിക്കുന്നു, മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന വാർത്ത അറിഞ്ഞത്. ആദരണീയനായ സയ്യിദ് ഉസ്താദ്, എൻ്റെ വലിയ സുഹൃത്ത്, എൻ്റെ വലങ്കൈ, എൻ്റെ ഇടങ്കൈ എന്ന നിലയിൽ ഞാൻ ഇന്ന് കാണുന്നത് ഒരാൾ ബഹുമാനപ്പെട്ട അസംബദ് ഉസ്താദാണ്. ഇവിടെ നിങ്ങളോട് സംസാരിച്ച അസംബദ് രണ്ടാമതുണ്ടാകുന്ന സയ്യിദ് ഉസ്താദ്. കാരണം എൻ്റെ ഏതെല്ലാം പ്രശ്നങ്ങളിലും ഞാൻ മുഷാവറ ചെയ്യുന്ന 2 പേരിൽ ഒരാൾ എനിക്ക് നഷ്ടപ്പെട്ടു. ആ ദുഃഖം എൻ്റെ മനസ്സിൽ കൂടി മിനായിൽ വെച്ച് ദുൽഹജ്ജ് 8 അന്ന് ഒരുമിച്ച് കൂടിയപ്പോൾ അവിടെയുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ദുആ ചെയ്യുകയും ആദരണീയനായ ഹരീൽ ബുഖാരി തങ്ങൾ മഹാനവറുകളെ കൂടെ വിഷയം അവതരിപ്പിക്കുകയും അദ്ദേഹം മഹാനവറുകൾക്ക് വേണ്ടി അതേ ഈ ഖബർസ്ഥാനിൽ അടങ്ങിയിരിക്കുന്ന ആദരണീയനായ സയ്യിദ് ഉസ്താദിന് വേണ്ടി മിനയിൽ വെച്ച് ഇഹ്റാമിൽ ഉണ്ടായിരുന്ന 185ഓളം വരുന്ന ഹാജിമാർ ഒരുമിച്ച് മയ്യിത്ത് നമസ്കരിച്ച ഒരു മഹോന്നതനായ ഒരു വ്യക്തിയെയാണ് ഈ ജമാഅത്തിന്റെ ഖബർസ്ഥാനിൽ കിട്ടിയിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ അഴീക്കോട് മുസ്ലിം ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു അവസ്ഥയായി നാട്ടുകാരെ നിങ്ങൾ കാണണം എന്ന് മാത്രം ഞാൻ ഉണർത്തിക്കൊണ്ട് മഹാനവറുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം അനുസ്മരിച്ച് ഞാൻ എൻ്റെ ചെറുപ്രസംഗം അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തത് ഉസ്താദ് MI മുഹമ്മദുൽ ഹസനി കാട്ടാമ്പള്ളി പെരുമ്പാവൂർ. ബഹുമാനപ്പെട്ട അഴീക്കോട് ഉസ്താദ്, നമ്മൾ ബഹുമാനപ്പെട്ടവരെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. തിരുനബി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യരും സ്വഹാബിമാരിൽ ഏറ്റവും കൂടുതൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്ത മഹാനായ സയ്യിദുന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയുന്നു, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, ഇൻ കുന്ത തഖ്ദിറു അൻ തുസ്ബിഹ വ തുംസിയ വലൈസ ഫീ ഖൽബിക റിശ്ശുൻ ലിഅഹദിൻ ഫഫഅൽ. കുഞ്ഞുമോനെ അനസേ, രാവിലെയും വൈകുന്നേരവും നിനക്ക് കൊട്ടക്കണക്കിന് ഇബാദത്ത് ചെയ്യാൻ കഴിയുക എന്നുള്ളതെല്ലാം വിജയത്തിന്റെ വിധാനം. നീ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഒരാളോടും ഒരു പകയും ഒരു വിദ്വേഷവും ഇല്ലാതെ രാവിലെയും വൈകുന്നേരവും ആക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ അത് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വദാലിക മഹബ്ബതി, അതാണ് എന്നെ സ്നേഹിക്കാമെന്നതിനാണ്. അല്ലാഹ ഖാദിരിയാർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ വിശ്വപ്രസിദ്ധമായ അശ്ശിഫ ബിതഅരീബി ഹുഖൂഖിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി അഫ്ദലു തസ്ലീമ എന്ന ഗ്രന്ഥത്തിൽ നബിതങ്ങളോടുള്ള മഹബ്ബത്തിന്റെ എണ്ണങ്ങൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഇതാണ് എന്റെ മഹബ്ബത്ത്. തീർന്നില്ല. നബിതങ്ങൾ പറഞ്ഞത്, വദാലിക മഹബ്ബതി വമൻ അഹബ്ബനി കാന മഅീ ഫിൽ ജന്ന. എങ്ങനെ എന്നെ ഈ അർത്ഥത്തിൽ ആരെങ്കിലും സ്നേഹിച്ചാൽ കൊട്ടയക്കണക്കിന് ഓതിക്കൊടുത്തു എന്നുള്ളതല്ല, ഓതിക്കൊടുത്തിട്ടുള്ള ചില പുസ്തകങ്ങൾ പറഞ്ഞൂട. ആയിരക്കണക്കിന് ഉലമാക്കൾക്ക് ദിശാബോധം നൽകി എന്നുള്ളത് മാത്രമല്ല, അവരെ ജീവിതത്തിൽ അവർക്ക് കിതാബിന്റെ ഇബാദത്തുകൾ തിരിച്ചു കൊടുത്തു എന്നുള്ളത് മാത്രമല്ല, അത് മഹാനങ്ങൾ തിരിച്ചു കൊടുത്തിട്ടില്ല. മറിച്ച് ഹൃദയത്തിൽ ഇത്രയും വിശുദ്ധിയോടെ ജീവിച്ച, ഒരാളോട് പകയില്ലാത്ത, കിബറില്ലാത്ത, ഏത് മനുഷ്യനോടും വിനയം കാണിച്ച അവിടുത്തെ നാട്ടിൽ നിന്ന് കിട്ടിയ ആ പദ്ധതി ഞാൻ ഉദ്ധരിക്കട്ടെ. വിജ്ഞാനത്തിന്റെ ഭാണ്ഡാരം അത് അധികരിക്കുന്നതോറും വിനയം കൂടുമെന്ന് പറഞ്ഞ മഹാപണ്ഡിതരായ മഹാനായ സയ്യിദ് മുഹമ്മദ് ഉസ്താദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ വസിക്കാനുള്ള എല്ലാ അടയാളങ്ങളും കിട്ടിയ വലിയ മഹാനരാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിനെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ വേദിയിൽ പങ്കെടുക്കേണ്ട എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ദക്ഷിണ കേരള ജമീയത്തുലമാ സംസ്ഥാന സെക്രട്ടറിയുമായ ബഹുമാനപ്പെട്ട CA മുസാമലി ഉസ്താദ് അവർ ഈ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ഒരാൾ കൂടിയാണ്. ആ ബഹുമാനപ്പെട്ടവർക്ക് ഇന്ന് വളരെ അത്യാവശ്യമായ ഒരു കാര്യമുള്ളത് കൊണ്ട് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിവരം കൂടി ഇവിടെ അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.